ടേക്ക് കെയർ. അതിന് കോംപ്രമൈസ് ഇല്ല. ടേക്ക് കെയർ. പോയിട്ട് വാ. എവിടെ നമ്മുടെ കാർത്തിക് വന്നിട്ട് അങ്ങനെ അങ്ങ് പോയിന്ന് തോന്നുന്നു. ബൈ ഓൾ എന്ന് പറയുന്നുണ്ട്. കാർത്തിക് അറിയില്ല. കാർത്തിക് ലിസണിങ്ങിൽ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ വാ. കാർത്തിക് ഒരു ഹായ് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. കാർത്തിക് പോയി. കെ പി ആരെല്ലാവരും കമന്റ് ചെയ്തോളൂ കേട്ടാ. മറക്കാൻ എല്ലാം അല്ലാ സാധനം പോയപ്പോ എന്തോ 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 ഏതോ എങ്ങനെയോ എൻ്റെ മനസ്സിലൊരാലസ്യം, വല്ലാത്ത മധുരാലസ്യം. എന്തോ ഏതോ എങ്ങനെയോ എൻ്റെ മനസ്സിലൊരാലസ്യം, വല്ലാത്ത മധുരാലസ്യം. അങ്ങനൊരു പാട്ടുണ്ട്. കെ പിക്ക് അറിയോ ആ പാട്ട്? കെ പിക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. യെസ്, നമ്മുടെ കാർത്തി എത്തിയിട്ടുണ്ട്. കാർത്തിക് ഇത് കൊറേ ആയല്ലോ കണ്ടിട്ട്. ഞാൻ കൊറേ നോക്കിയായിരുന്നു, ഇവിടെ എങ്ങും കിട്ടാനില്ല. ഞാൻ എന്നും ഓർക്കും നീ അന്ന് പോയതാണ്, പിന്നെ എന്ത് പറ്റി എന്താ? ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും, പക്ഷെ എനിക്ക് ലൈവിൽ കാണാൻ നോട്ടിഫിക്കേഷനോ ഒന്നും കിട്ടുന്നില്ല. അതെന്താന്ന് അറിയില്ല. അങ്ങനെ ആയിരുന്നോ? ആ, ലൈവിൽ നോട്ടിഫിക്കേഷൻ കാണുന്നില്ല. പിന്നെ വന്ന് നോക്കുമ്പോ ഇങ്ങനെ നമുക്ക് ഇത് വിഷ്വൽ ടോക്ക് മീഡിയ എന്നുള്ളത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കാണാം ഒരു കുറച്ച് സമയത്തിന് ലൈവ് ഇട്ടിട്ട് ഓടിപ്പോയതായിട്ടൊക്കെ നമുക്ക് കാണാമല്ലോ അതിന്റെ നോക്കുമ്പോ. അപ്പൊ ഞാൻ ഓർത്ത് ഇനി എന്താ പറ്റിയ, നാട്ടിലാന്ന് പറഞ്ഞു തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാന് ഇവിടെ എത്തിയിട്ട് 18 അറൗണ്ട് 10-16 ദിവസമായി. 16 days അറൗണ്ട്. ഇതെവിടെ ഇപ്പം? ഇവിടെ അവിടെ തിരിച്ചു വന്നു. ഇപ്പൊ ദുബൈയിലുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനി എന്താ വേണ്ടല്ലേ? ഇനി പോവണം, തിരികെ നാട്ടിലേക്ക് പോകണം. വന്നതല്ലേ ഉള്ളൂ. ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. നാട്ടിൽ പോയത് പാട്ട് എന്തോ ആരുടെ അടുത്ത് പോയി പഠിച്ചിട്ടുണ്ടല്ലോ. പഴയതിൽ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് എന്താണേലും. അങ്ങനെ ആയില്ലേ? എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? നീ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എവിടെ പാട്ട് പഠിച്ചിട്ടില്ല. ഞാനിവിടെ ഇങ്ങനെ വരുമ്പോ ചിലത് ഇങ്ങനെ ഓർമ്മിച്ച് വരും. ഇത് പണ്ട് ഞാൻ കണ്ട ആളെ അല്ലേ, ഇതിപ്പോ ഒരു യേശുദാസ് സ്റ്റൈലിൽ താടി വെച്ച് അപ്പം പാട്ടൊക്കെ പഠിച്ച് ഒരുങ്ങി വന്നേക്കും അല്ലേ? അത് ഇത് KP ഞാൻ അന്ന് പാട്ട് പാടിയപ്പം KP ഉണ്ടായിരുന്നു. ഒന്ന് കറുപ്പിക്കും. ഭദ്രച്ചേരിയൊക്കെ ഉണ്ടോ എന്നിട്ട്? പാട്ടൊക്കെ ഉണ്ടോന്ന്? പാട്ട് പാടിക്കോ. ഞാൻ ഒരു പാട്ട് പാടിയിട്ട് പോയേക്കാം. ഞാൻ മുമ്പേ വന്നപ്പോഴത്തേന് ഇവിടെ വലിയൊരു പ്രകടനം നടക്കുന്നു, അതുകൊണ്ട് ഞാൻ പയ്യെ വന്നിട്ട് പോയി. അത് ശരി. ഇവിടെ നമ്മുടെ അയനൊക്കെ എനിക്ക് ഇട്ടിട്ട് ട്രോളി കൊല്ലന്നെ. ഞാൻ കണ്ടിട്ട് കാണാറുണ്ട്. KP എനിക്കറിയാം. KP ഞാൻ അന്ന് വന്നപ്പം KP ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം അവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ വന്നത്. ഞാനൊരു കവിത പാടാം. കവിത ഇത് കേട്ടിട്ടുള്ള നമ്മുടെ ബിനുകുമാർ ഒരു കവിത ചോദിച്ചതായിരുന്നു. ഇപ്പൊ ഏതാ? എന്തായിരുന്നു ബിനുകുമാറെ നീ ചോദിച്ച? എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. എനിക്ക് ഒരു കവിത അറിയത്തുള്ളൂ. അത് ഞാൻ അപ്പൊ പിന്നെ അത് ചൊല്ലി. നമുക്ക് അങ്ങനെ ഡിമാൻഡ് വെച്ചൊന്നും പാടാനുള്ള സംഭവമൊന്നുമില്ല. നമ്മൾ അത്രയൊക്കെ ആയിട്ടില്ല. നമ്മളൊന്നും ആയിട്ടില്ല. ഒരു നാൾ നമ്മളും ആവും. ഞാനും ഇനി വരുമ്പം ഞാൻ ഏതെങ്കിലും ഇതുപോലെ ആരുടെയും അടുത്ത് പോയി പാട്ട് പഠിച്ചിട്ട് വരാം. അതായിരിക്കും നല്ലത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ പഠിച്ച പോലെ അല്ലേ? അതെ. അതിന് താടി വെച്ചാ മതി. ഞാൻ താടിയും വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ പോവാ. അതിന് താടി വെച്ചാ മതി. കൊള്ളാം ഏതായാലും. അപ്പൊ ഒരു കുഞ്ഞ കവിത. നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും, പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും.